വീട്ടിൽ ചെന്ന് നമുക്ക് ചോറൊക്കെ ഉണ്ടിട്ട് പോവാം. എന്റെ അമ്മ എന്നെ കാത്തിരിക്കും. എന്നാലേ നിന്നെ കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ അമ്മ എന്നെ വഴക്ക് പറയും. എന്നാ വരാം. നിന്റെ ചേട്ടനായ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, അവൻ ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തുളസിയെ കൊണ്ടുപോയത്. നീ ഒന്നും ചെയ്യണ്ടടി. എന്റെ മുറപ്പെണ്ണാണ് തുളസി. ഇപ്പോ എനിക്ക് തുളസിക്ക് പകരം നീ. നിന്റെ ചേട്ടൻ തല ഉയർത്താൻ കഴിയാതെ ഇവിടെ ഒളിച്ചോടണം. എന്താണ് വരുമ്പോ ചേച്ചി ഒരാളെ കാറിൽ പിടിച്ചോണ്ട് പോയി. എന്റെ ദൈവമേ, മോളെ ബാലചന്ദ്രൻ വന്ന് ഫോൺ വിളിക്കും. മോളെ എനിക്ക് വയ്യ. എന്റെ പൊന്നനിയെത്തി, നിന്റെ ചേട്ടൻ തോറ്റത് ഇപ്പോഴാണ്. ശ്യാമള, എനിക്കറിയില്ല. നിനക്കറിയില്ലേ? എടാ,
വെക്കടാ. എടാ, എന്റെ പെങ്ങളുടെ ചിത എരിഞ്ഞു തീർന്നിട്ടില്ല. അതിനു മുമ്പ് ഞാൻ ഈ വേഷവും ഇട്ട് ഇവിടെ വന്നതിനാണെന്ന് നിനക്കറിയാമോ? കോടതിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള നിന്റെ അച്ഛൻ നിന്നെ എവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന് വരും. നീ എന്റെ പെങ്ങളെ എടാ. ഹലോ, ശേഖർ സാറോ? അതെ, കസ്റ്റഡിയിലുള്ള വിനോദ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. മെഡിക്കൽ ചെക്കപ്പിന് അയക്കേണ്ടി വന്നാൽ അയക്കണം. സാധ്യമല്ല സർ. അവനെ കോടതിയിൽ ഹാജരാക്കുന്നതുവരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അധികാരമുണ്ട്. മിനിസ്റ്ററുടെ ഫോൺ ഉണ്ട് മിസ്റ്റർ. മിനിസ്റ്ററുടെ ഫോണോ? ഒരു കാര്യം ചെയ്യണം സർ. പ്രതി ഒരു മുതലാളിയുടെ മകനായതുകൊണ്ട് ലോക്കപ്പിനുള്ളിൽ ചിലപ്പോൾ ഒരു പെണ്ണ് വേണമെന്ന് തോന്നിയേക്കും. അതുകൂടി അറേഞ്ച് ചെയ്യണം സർ. നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. ഐ എം സോറി സർ. അവരെ ചെക്കപ്പിന് അയച്ചാൽ തിരിച്ച് ഈ സ്റ്റേഷനിൽ കൊണ്ടുവരാതിരിക്കാനുള്ള കഴിവ് ആ ദിവാകരനുണ്ടെന്നുള്ളത് സാർ മനസ്സിലാക്കണം. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? സാറിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇപ്പൊ ചാർജ് ഒഴിഞ്ഞേക്കാം. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് മേളിൽ SP ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. അലേന്ദ്രൻ, നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇമോഷനായി പോകും. പക്ഷെ ശേഖർ നിങ്ങളുടെ സീനിയറാണ്. സീനിയോറിറ്റിയേക്കാൾ സിൻസിയാരിറ്റിയാണ് സാർ മാനിക്കേണ്ടത്. കൈക്കൂലിക്ക് വഴങ്ങുന്ന ഒരു SP-യേക്കാൾ എത്രയോ വലിയവനാണ് നട്ടല് വളയാത്തൊരു കോൺസ്റ്റബിൾ. യു ആർ കറക്റ്റ്. പക്ഷെ ഇവിടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥൻ സർവീസ് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ശേഖരെ കുറ്റപ്പെടുത്തരുതെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം സാർ ഇവിടുത്തെ കള്ളപ്പണക്കാരന്റെ ലൗഡ് സ്പീക്കർ ആകുമെന്നാണ്. ബാലേന്ദ്രൻ, ഐ എം സോറി സർ. പൊഴിക്കരയിലേക്ക് എന്നെ അയക്കുമ്പോൾ അതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാക്കി മാറ്റണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്? അതെ. എന്നിട്ടാണോ ആ സ്പിരിറ്റ് കേസിന്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ ഹാജരാക്കാതിരിക്കാൻ സാർ കൂട്ടുനിന്നത്? വാട്ട്? ഞാനോ? അങ്ങനെ ഒരു സംഭവം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എങ്കിൽ ശേഖർ സാർ കൊണ്ടുവന്ന ആ ഫയലോടെ പോയി സർ. എനിക്കറിയില്ല ബാലേന്ദ്രൻ. കസ്റ്റഡിയിലിരുന്ന വിനോദിനെ ശേഖർ സാർ വന്ന് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയതെങ്കിലും അറിയുമോ സർ? എപ്പോ? അതും അറിയില്ലേ സർ. ഇനിയും ഞാൻ ഈ വേഷം ധരിച്ചു നടക്കുന്നത് ഗതികേടാണ്. സ്വന്തം കൂടപ്പുറപ്പിന്റെ മാനവും ജീവനും പിച്ചച്ചീന്തിയവനോട് പകരം വീട്ടാൻ ഒരു സാധാരണക്കാരന് പോലും കഴിയും. എനിക്കതിന് പോലും തടസ്സമായിരിക്കുന്നത് ഈ ഉദ്യോഗമാണെങ്കിൽ ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ഇറ്റ് സർ. മിസ്റ്റർ ബാലേന്ദ്രൻ, പ്ലീസ് വെയിറ്റ്. വിളവ് തിന്നുന്ന വേലിക്കുള്ളിലാണ് നിങ്ങളും ഞാനും എനിക്ക് ഇപ്പൊ ബോധ്യമായി. എനിക്കൊരു അല്പ സമയം തരൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറയണം. നിങ്ങൾ ഒരിക്കലും പിന്തിരിയരുത്. നിങ്ങളെപ്പോലുള്ളവരാണ് ഇന്ന് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം. യു ആർ ഓണസ്റ്റ്. യു പ്രൊസീഡ് സർ.